സംസ്ഥാനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പത്തനാപുരത്തേക്കാണ്. പ്രത്യേകിച്ചും താരങ്ങൾ മത്സരിക്കുന്ന എന്ന നിലയിൽ അവിടുത്തെ ഒരു താരമായ ഭീമൻ രഘു നമുക്കൊപ്പം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ചേരുകയാണ്. സർ നമസ്കാരം. നമസ്കാരം സർ, നമ്മുടെ ഭീമൻ രഘു എന്ന പേര് മാത്രമാണ് മലയാളികൾക്ക് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ ഒരു പേരിലാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി വരുമ്പോഴാണ് രഘു ദാമോദരൻ എന്ന പേര് വരുന്നത്. അത് വളരെ ഈസി ആയിട്ടുള്ള. അപ്പോൾ അത്തരത്തിലൊരു പ്രതികരണം അത് ജനങ്ങളുടെ ഇത്തരത്തിലൊരു പ്രതികരണമാണ് ഉണ്ടാക്കുന്നത്. ജനങ്ങളിൽ നല്ല പ്രതികരണം. കാരണം എൻ്റെ പേര് തന്നെ രഘു ഡി എന്നാണ്. രഘു ഡി മീൻസ് രഘു ദാമോദരൻ. സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഭീമൻ രഘുവായി. അപ്പോൾ രഘു ഡി എന്നുള്ള പേര് മൊത്തത്തിൽ അങ്ങ് മാറുന്നു. ഇലക്ഷൻ സമയത്ത് വന്നപ്പോൾ എൻ്റെ ശരിയായിട്ടുള്ള പേര് വന്ന് രഘു ദാമോദരൻ. താരങ്ങൾ തമ്മിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് പത്തനാപുരത്ത് ഉണ്ടായിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്നു? അതാണോ സന്തോഷം തരുന്നത്? പിന്നല്ല, താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടണം. എന്നങ്ങനല്ല, ചേകവന്മാർ 3 പേരാണ് ഇവിടെ അങ്കത്തട്ടിൽ ഇറങ്ങിയിരിക്കുന്ന. 1, 2, 3. BJP ഫസ്റ്റ്, LDF സെക്കൻഡ്, തേർഡ് UDF. ആ 3 ചേകവന്മാർ ഇറങ്ങിയിരിക്കുന്നിടത്ത് പയറ്റാണ്. ആ പയറ്റിൽ ആര് തെളിയും, ആര് ജയിക്കും എന്നുള്ളത് പിന്നീട് അറിയാനൊക്കത്തുള്ളൂ. അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പയറ്റി തെളിയണം, നല്ല നടക്കുള്ളൂ. നോക്കുമ്പോൾ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായ ജഗദീഷ്, അദ്ദേഹം നിലവിലെ MLA-ക്കെതിരെ പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഭീമൻ രഘുവിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ആരോപണങ്ങളൊന്നും ഇതുവരെ ഉയർന്നു വരുന്നത് കണ്ടില്ല. അത്തരം ആക്ഷേപങ്ങളൊന്നും ഗണേഷ് കുമാറിനെ കുറിച്ച് ഇല്ലാത്തതാണോ അതോ പറയാൻ ഉദ്ദേശിക്കാത്തതാണോ? പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ ഭീമൻ രഘു ഇടപെടത്തേയില്ല. കാരണം ഇത് ഇലക്ഷനാണ്. ഇത് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നല്ലാതെ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് കയറി അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, ഞാനിങ്ങനെയാണ്, മറ്റവൻ അങ്ങനെയാണ്, അത് കാരണം ഞാൻ രാജാവാണ്, നീ മന്ത്രി, ആ പരിപാടിയേ ഇല്ല. നമ്മൾ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ ശ്രദ്ധിക്കുകയാണ്. അങ്ങയുടെ ഉടുപ്പിലൊരു നരേന്ദ്രമോദിയുടെ ചിഹ്നമുണ്ട്, മുണ്ടിൽ അതുപോലെ തന്നെ താമരയും പതിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു രഹസ്യമൊന്നുമില്ല. ഞാൻ മോഡിയുടെ ഒരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിന് വേണ്ടി തന്നെ അദ്ദേഹം എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കേരളത്തിലെ ജനങ്ങളിലേക്ക്, നമ്മുടെ ഇപ്പോഴത്തെ UDF രാഷ്ട്രീയത്തിലൂടെ അതിനെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. തീർച്ചയായും കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി താമരകൾ വിരിയാൻ പോകുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത്. പത്തനാപുരത്തായിരിക്കും ആദ്യത്തെ താമര വിരിയാൻ പോകുന്നത്? അതെനിക്ക് പറയാൻ കഴിയില്ല. കാരണം പത്തനാപുരത്ത് നിരവധി അക്കൗണ്ടുകൾ തുറക്കുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കേരളത്തിലെ ഭരണം കയ്യിലേക്ക് കൊണ്ടുവരിക, 71+2+1 എന്നുള്ളത്, അതൊരു 80+1 എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് BJP വരും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായും പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലുള്ളതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നടൻ ഭീമൻ രഘു പത്തനാപുരത്ത് പ്രചാരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.